അപ്പോൾ ആദ്യം നമുക്ക് വാർത്തയുടെ ചുരുക്കത്തിലൂടെ പോവാം. ഒന്ന്, സിറിയയിൽ വീണ്ടും ഇസ്ലാമിക് സ്റ്റേറ്റ് IS ആക്റ്റീവ് ആവുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ്. രണ്ട്, സിറിയയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ്. ISന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഒരുപക്ഷെ ഇപ്പോഴുള്ള ISന്റെ ഖലീഫയെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സിറിയയിലുള്ള ഒരു ഫോഴ്സ്. സിറിയയിലെ പല ഇപ്പോഴുള്ള ഭരണകൂടത്തിൻ്റെ പോലീസുമായിട്ടും അതേപോലെ കുർദുകളുമായിട്ടൊക്കെ അമേരിക്കക്ക് മുമ്പ് ബന്ധമുണ്ട്. അവരുടെ സഹായത്തോടെ പല തീവ്രവാദികളും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊന്ന് കുർദുകളുടെ സഹായത്തോടെ ആയിരിക്കും ഒരു പക്ഷേ, കാരണം കുർദുകളുമായിട്ട് ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അവിടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് നടത്തിയൊരു ഓപ്പറേഷനിലാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം. മൂന്നാമതായിട്ട്, ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാനിലെ ഇറാൻ ഷഹർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ വീണ്ടും ജയ്ഷൽ അദൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന, ഞാൻ മുമ്പ് പറഞ്ഞൊരു കോടതി, ഇറാനിലെ ഒരു കോടതി വളപ്പിൽ കയറി കോടതിക്കകത്ത് കയറിയിട്ട് വെടിവെപ്പ് നടത്തിയ ഒരു തീവ്രവാദ സംഘടന, ഒരു ബലൂച്ചി സുന്നി ജിഹാദി സംഘടനയാണ്. അവർ 5 പോലീസുകാരെ കൊന്നതിൻ്റെ വാർത്തയാണ്. ഇനി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ US-ന്റെ നയത്തിനെതിരായിട്ട് ഗാസ പോളിസിയൊക്കെ തിരുത്തി, ബൈഡൻ്റെ കാലത്ത് തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾ ഒരു മുസ്ലിമാണ്. അപ്പോൾ മൂപ്പര് തിരുത്തിയതിൻ്റെ ഭാഗമായിട്ട് പുള്ളിയെ പറഞ്ഞു വിട്ടു എന്നുള്ളത് വാർത്തയാണ്. അപ്പം ജർമ്മനിയിൽ നിന്ന് റഷ്യക്കാരനായിട്ടുള്ള ഒരു മൈനറായിട്ടുള്ള പ്രായപൂർത്തിയാവാത്ത ഒരു യുവാവിനെ IS-ൽ ചേരാനും ബെർലിനിലെ ഇസ്രായേലി എംബസി അറ്റാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരെ ആക്രമിക്കുന്നതിന് പദ്ധതി ഇട്ടതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേര് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഒരു മൈനർ ആയതുകൊണ്ട് ഒരു ചെല്ലപ്പേര് കൊടുത്തിട്ടുണ്ട്, അഹമ്മദ് എന്നാണ്. അപ്പോൾ എന്തായാലും അതാണ് മറ്റു വാർത്ത. ഇനി അവസാനമായിട്ട് ഈ ഈജിപ്തിൻ്റെ UN-ലേക്കുള്ള അവരുടെ ഒരു കോൺസുലേറ്റ് എംബസി പോലെ UN-ലേക്കുള്ള ഒരു മിഷൻ, അതിൻ്റെ ഓഫീസിനകത്തേക്ക് അവർ അവിടെ ഈ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഈജിപ്തിനെതിരെ പ്രകടനം നടത്തിയിരുന്ന സോക്കോൾഡ് ബോക്കുകളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ ആളുകൾ തന്നെയാണ് അവരെ, മൈനറായ പിള്ളേരെ കോൺസെപ്റ്റിനകത്തേക്ക് വലിച്ചിട്ട് ഈ ബൈക്കിൻ്റെ ചെയിനില്ലേ അത് വെച്ച് അടിക്കുന്നതിൻ്റെ ഒരു വർഷമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഗാസ പട്ടിണി ഇപ്പോൾ തവണ അധികം എടുത്തിട്ടില്ല, കാരണം അത് മടുത്തുപോയി സത്യം പറയാലോ. ഇനി അതിലും നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് തെളിവുകളൊക്കെ മുൻപത്തെ വീഡിയോയിൽ കാണാം. ഒപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന UN-ൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട്. അവർ കൊണ്ടുപോകുന്ന ട്രക്കിൽ 90%, 80 മുതൽ 90% വരെ ആളുകൾ അടിച്ചുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇസ്രായേലിൽ എന്ത് ചെയ്യാൻ പറ്റും? ചവച്ച് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇസ്രായേലിൽ നിന്ന് ഇത്ര തന്നെ ഇസ്രായേലിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ ഗാസയിലും ലോകത്ത് എവിടെയും പട്ടിണി ഉണ്ടാകുന്നതിന് ഒരു രാജ്യം ഒരിക്കലും കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റും. പട്ടിണി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ബഹുവിധമാണ്. ഇപ്പം അങ്ങനെ പട്ടിണി ഉണ്ടെങ്കിൽ ഗാസയിൽ അത് മുമ്പും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതെ, അങ്ങനെ ഒരു പട്ടിണി ഉണ്ടെങ്കിൽ അത് മുമ്പുണ്ടായിരുന്നു. കാരണം ഇസ്രായേലായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇസ്രായേലിന് അവിടെ ഭക്ഷണം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു. ഇസ്രായേൽ താൽക്കാലികമായിട്ട് കുറച്ച് ഒരു 3 മാസത്തേക്കങ്ങാണ്ട് മെയ് മുതൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ, മെയ് മാർച്ച് ആ കാലഘട്ടത്തിൽ ഒഴിവാക്കിയത്, അവിടെ ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത്രയും ഭക്ഷണം അവിടെ ഓൾറെഡി എത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അതെ, കാരണം ഹമാസിന്റെ കയ്യിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ UN-ൻ്റെ റിപ്പോർട്ട് വന്നതോടുകൂടി ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇപ്പോൾ UN ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഗാസയിൽ പട്ടിണി ഉണ്ടെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പല സംഘടനകളും പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് നിങ്ങൾ പട്ടിണി ഉണ്ടെന്ന് മാത്രം പറയുകയാണെങ്കിൽ ലോകത്ത് ഇന്ത്യയിലും പട്ടിണിയുണ്ട്. ഇന്ത്യയിൽ പട്ടിണി നടക്കുന്ന ആൾക്കാരില്ലേ? ഈ ജനോസൈഡ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതെ, അവരുടെ വിഷയം അവർ ഇസ്രായേലാണ് ഇതിന് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കണം. ഗാസയിൽ പട്ടിണി ഉണ്ട് എന്നുള്ളതല്ല, അതാണ്. എന്ന് മാത്രമല്ല, ഇതിന്റെ കൂടെ ഞാനിപ്പോൾ എന്തായാലും ഗാസയിൽ പട്ടിണിയെ കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞ കുറേ വിവരങ്ങൾ പറഞ്ഞെങ്കിലും, ഇറ്റലിയിലേക്ക് ഇസ്രായേലിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ആ യുദ്ധമുഖത്തുനിന്ന് രക്ഷപ്പെടുത്തി അവരൊരു രോഗബാധിതയായ സ്ത്രീ, അവർക്ക് മെലനോമ, ക്യാൻസർ പോലെ എന്തോ രോഗമായിരുന്നു, അവര് പട്ടിണി മൂലം മരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട്. അതേപോലെ BBC ഹമാസിന്റെ അപ്പോൾ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ. അപ്പോൾ അതേപോലെ ഹമാസിന്റെ BBC എന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഗാസ ഈ അവരുടെ മെഡിക്കൽ ബോഡി, അപ്പോൾ
ഈ വാർത്തകളിൽ ഒക്കെ നിറയുന്ന ഈ കണക്കുകളൊക്കെ കൊടുക്കുന്ന ബോഡി അത് വളരെ റിലയബിൾ ആണെന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് ഈ BBC കണ്ടു. ഇതേ കാര്യം തന്നെ മുമ്പ് കണ്ടിച്ച് UN പല ആളുകളും ഇതിന്റെ കണക്ക് ശരിയല്ല, പല പേരുകളും 2-3 തവണ എണ്ണിയതിന്റെ കണക്കൊക്കെ മുമ്പ് വന്നിട്ടുള്ളതാണ്. നമുക്കിത് മടുത്തുപോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ട് വീണ്ടും പക്ഷെ നമ്മൾ മടുക്കാൻ പാടില്ല, നമ്മളിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇവരിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. പക്ഷെ എനിക്ക് മടുത്തു, സത്യം പറയാലോ. കുറച്ച് ദിവസം ചെയ്തപ്പോൾ തന്നെ മടുത്തു. തളരരുത് രാമൻകുട്ടി. അതെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകളിലെ ചില വിശദാംശങ്ങൾ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ദേർ എസ് സോർ എന്ന് പറഞ്ഞിട്ടുള്ള സിറിയയിലെ ഇപ്പോഴത്തെ പോലീസിൽപ്പെട്ട ആളുകളെ ഒരു സ്വയം പൊട്ടിത്തെറിക്കൽ അഥവാ ജിഹാദിനെ കൊലപ്പെടുത്തി. ആര്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊലപ്പെടുത്തി. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം മറ്റേത് പറയുന്ന ഇൻഫിഡൽസിനെതിരെയുള്ള അല്ലെങ്കിൽ അവിശ്വാസികൾക്കെതിരെയല്ലേ, അങ്ങനെയൊന്നുമില്ല. ഈ മുസ്ലിങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ തന്നെ അവർ പറയും, നിങ്ങൾക്ക് പറഞ്ഞു തരും ABCD എന്ന് പറഞ്ഞ പോലെ ആരാണ് പുതിയ അവിശ്വാസി, അവർ കണ്ടെത്തി തരും. അതങ്ങനെയാണ് ഇവിടെ സിറിയയിലുള്ള ഒരു അവസ്ഥ. അതാണ്. അപ്പോൾ അവിടെ എക്സ് ജിഹാദിയാണ് അവിടുത്തെ നേതാവ്. പക്ഷെ അത് പോരാ, നമ്മുടെ ഇസ്ലാം ഇങ്ങനല്ല എന്ന് പറഞ്ഞ് വീണ്ടും പുതിയ ഗ്രൂപ്പുകൾ വരും. ഇത് മിഡിൽ ഈസ്റ്റിൽ പൊതുവിലുള്ളൊരു പ്രതിഭാസമാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് കൂടുതൽ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തയിലൊക്കെ പരത്തി നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് അവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മതം ഉണ്ടായിടത്തുള്ള പൊതുവിലുള്ള കൾച്ചർ തന്നെ ഈ പ്രശ്നമാണ്. ഇത് നമുക്ക് മതത്തെ അഡ്രസ്സ് ചെയ്യാതെ പരിഹരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, കൾച്ചറലി ഉള്ള പ്രശ്നങ്ങളും ഒരുപാട് അവിടെയുണ്ട്. അവിടുത്തെ ആൾക്കാരെ ഒരു 2 തലമുറ മൊത്തം നമ്മൾ അവരുടെ ഒരു വിദ്യാഭ്യാസ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചാൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം അടുത്ത തലമുറയിലേക്ക് ഈ സാധനങ്ങളാണല്ലോ പകർന്നു കൊടുക്കുന്നത്. ഗാസയിലൊക്കെ ഉള്ള ആളുകളുടെയൊക്കെ ലോകവീക്ഷണമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പൊതുവിൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾ, പ്രധാനമായിട്ട് ദരിദ്ര രാജ്യങ്ങൾ. ഈ പണമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു ഏകാധിപത്യ പ്രവണത ഉപയോഗിച്ചിട്ട് അതിനെ അടിച്ചമർത്താം. ഇപ്പോൾ സൽമാൻ രാജകുമാരനെ അവിടുത്തെ മതഭരണകൂടത്തെ അല്ലെങ്കിൽ പൗരോഹിത്യ വർഗത്തിനെ കൊലപ്പെടുത്തിയിട്ടൊക്കെ വേണമെങ്കിൽ പരിഹരിക്കാൻ പറ്റും. കാരണം അവർക്കത് പ്രശ്നമല്ല, അവിടെ ജനാധിപത്യം ഇല്ല. എന്നാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് സൽമാൻ രാജകുമാരന് അവിടെ വലിയ ഒരു സപ്പോർട്ട് വളരെയധികം ഉണ്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ, യങ്സ്റ്റേഴ്സ്, ന്യൂ ജനറേഷൻ, അവരുടെയൊക്കെ വലിയ സപ്പോർട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അവിടെ ഇപ്പൊ സൽമാൻ ഒരു രാജാവല്ലാന്ന് ഇരിക്കാം, ഒരു ജനാധിപത്യ രാജ്യമാണ് സൗദിയെങ്കിൽ അപ്പൊ തന്നെ ഇസ്ലാം കയറി വന്ന് പണ്ടാരടങ്ങിനെ. അതല്ലാത്തത് കൊണ്ടാണ് ഈ നിങ്ങൾ ഈ സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ, ഈ സിറിയയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് കുർദുകൾ കൺട്രോൾ ചെയ്യുന്ന പ്രദേശമുണ്ട്, തുർക്കിയുടെ അടുത്ത്. അവിടെ എണ്ണയൊക്കെ ഉണ്ട്. ഈ എണ്ണയൊക്കെ വിറ്റ് കാശാക്കാനൊക്കെ ഉള്ളൊരു വകുപ്പുണ്ട്. പക്ഷേ സിറിയ ഇപ്പൊ ഇറാൻ മോഡലാണ്. ഇറാനും അതിനുള്ള പ്രശ്നം. ഈ മതം കയറി വന്ന് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോകണമെന്നുള്ളത്. അത് പൊതുവിൽ ഇത് മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ആഫ്രിക്കയുടെ കാര്യം ഇതിൻ്റെ മറുവശമാണ്. അവിടെയും ഒരുപാട് പ്രധാനപ്പെട്ട പല ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള ലോഹങ്ങളും സ്വർണം പോലുള്ള മൂല്യവസ്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും അതുള്ളതാണ് അവരുടെ പ്രശ്നം. കാരണം അതുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കടിപിടി, അതുപോലെ തീവ്രവാദ സംഘടനകൾ അതിൽ ഇടപെടുന്നു. അങ്ങനെ ആഭ്യന്തര യുദ്ധങ്ങൾ, ആഫ്രിക്കയിൽ ഉണ്ടായ ആഭ്യന്തര യുദ്ധങ്ങളുടെ ചരിത്രമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആയുസ് തീരില്ല, അത്രയുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കൾച്ചറിനെ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ കൾച്ചർ ആണ് ഇസ്ലാം എന്ന മതമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൂടി മനസ്സിലാക്കുക. ആ കൾച്ചർ ഇങ്ങോട്ട് പറിച്ചു നടുകയാണ് നമ്മുടെ ഇന്ത്യയിലെ സോക്കോൾഡ് അവരുടെ സഹാബിമാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രാദേശികമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു മതമായി മാറിയതാണ് ഇസ്ലാം. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇസ്ലാമിനും ഉണ്ടാവും. അങ്ങനെ മാത്രമേ നമുക്ക് ഇസ്ലാമിനെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല. ഇപ്പം തന്നെ സിറിയയിൽ പുതിയ ഭരണകൂടം വന്നിട്ടും IS പോലുള്ള ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നമുക്ക് പറയാമായിരുന്നു ഓക്കെ സിറിയയിൽ ആഭ്യന്തര യുദ്ധം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇപ്പം എല്ലാവരും ഒന്നിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താണ് പ്രശ്നം? അപ്പോൾ അതാണെന്ന്. അപ്പോൾ അവിടെ വീണ്ടും IS ആക്ട്. ഒരു കാര്യം പറയാം, ഈ IS വന്ന കാര്യം പറയുമ്പോൾ അത് ഇവിടുത്തെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ഈ ഇസ്ലാമിക വൈറ്റ് വാഷിംഗ് ടീം അവർ വന്നിട്ട് പറയും ഇത് ഇസ്ലാമിൻ്റെ കുഴപ്പമൊന്നുമല്ല, അത് അവിടുത്തെ രാഷ്ട്രീയ കുഴപ്പമാണ്, ജിയോ പൊളിറ്റിക്സ് ആണ്, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു സെക്ടേറിയൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. സെക്ടേറിയൻ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ മോട്ടീവ് എന്താണ്? അതാണ് അതിലെ പ്രശ്നം. ഈ ISIS വരുമ്പോൾ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ എന്ന ഉദ്ദേശം തന്നെയാണ് അവർ വെക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്?
അതൊരു സൊല്യൂഷനായിട്ടാണ് അവരവിടെ മുന്നോട്ട് വെക്കുന്നത്. ആ സൊല്യൂഷൻ എന്തിനുള്ളതാണ്? ഇപ്പോൾ ഐസിസ് വരുന്ന സമയത്ത് ഇറാഖിൽ അവിടെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള കറപ്ഷൻ, ആ കറപ്ഷനെ നേരിടാൻ അതിനുള്ള പോംവഴി അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് അവർ വെക്കുന്നത് ഇസ്ലാമാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, അത് ഇസ്ലാമാണ് അതിൻ്റെ മാർഗം, അതിൻ്റെ ലക്ഷ്യം എല്ലാം അങ്ങനെയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് പാളിപ്പോയി കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സെക്ടേറിയനാണ്, ഇത് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ മോട്ടീവ് എപ്പോഴും പൊളിറ്റിക്സ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അതും കൂടി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതെ, ഇനി ഇവർ സെക്ടേറിയനാണ്, പൊളിറ്റിക്സ് ആണ്, കൾച്ചർ ആണെന്നൊക്കെ ഇവർ പറയുമ്പോഴും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ കൾച്ചറാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ കൾച്ചർ തന്നെയാണ് ഇസ്ലാം. ഇസ്ലാമിൽ ആ കൾച്ചർ എന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ കടിപിടി കൂടുന്ന ഒരു കൾച്ചറിനെയാണ്, ആ കൾച്ചറാണ് ഇസ്ലാം ഉണ്ടാക്കിയത്. ആ കൾച്ചറിന്റെ എല്ലാ എലമെന്റ്സും ഇസ്ലാമിലുണ്ട്. നമ്മളെ ജിയോ പൊളിറ്റിക്സ് എന്നുള്ളതൊക്കെ അവിടെ രണ്ടാമത്തെ വിഷയമാണ്. ആ കൾച്ചർ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം ഈ കൾച്ചർ ഇല്ലാത്ത സ്ഥലത്ത് മെച്ചമുണ്ട്. ഈ കൾച്ചർ ഇല്ലാത്ത ലോകത്ത് കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നും ഈ പ്രശ്നമില്ല. അപ്പോൾ ഇതിലൊക്കെ മാറ്റം പറ്റാൻ ഞാൻ പറയില്ല, ഒരു 2-3 തലമുറ എടുക്കും. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെയല്ല, നമുക്ക് ഇതൊക്കെ മനസ്സിലായി എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ ഇത് മാറ്റാനുള്ള എത്രത്തോളം ആളുകൾക്ക് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി എത്രത്തോളം ആളുകൾ പണിയെടുക്കുന്നു എന്നുള്ളത് ചോദ്യമാണ്. എന്തായാലും അതാണ് ഒന്ന്. ഇതേപോലെ ആത്മ എന്ന് പറഞ്ഞിട്ടുള്ള തുർക്കിയുടെ അതിർത്തിക്ക് അടുത്തുള്ള സിറിയയുടെ ഭാഗം, അവിടെ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് നേരത്തെ പറഞ്ഞ പോലെ IS-ന്റെ ഇപ്പോഴത്തെ ഖലീഫ. അവരിങ്ങനെ ഓരോ സമയത്ത് ഖലീഫയെ പ്രഖ്യാപിക്കും. ഒരു ഖലീഫ, ഞാൻ പറയാം, ഹമാസിന്റെ എല്ലാവരും കൊന്നാലും ഹമാസ് ഉണ്ട്, അതേപോലെ എല്ലാവരെ കൊന്നാലും അടുത്ത ആളങ്ങ് പ്രഖ്യാപിക്കും. അതിപ്പോ ചെയ്യാൻ ആർക്കാ പറ്റാത്തത് അല്ലേ? എന്തായാലും കേട്ടില്ല. അല്ല, അത് നമ്മളുടെ മുക്കാൽ മീഡിയയിലെ സൽമാൻ, വെൽക്കം. യെസ്, മുക്കാൽ മീഡിയയിലെ ദാവൂദ് പറഞ്ഞാണ്, ദാവൂദാണോ അജിംസാണോ ഒരിക്കൽ പറയണ്ടായി, ഹമാസിൻ്റെ നേതാക്കളെ ഓരോന്നോരോന്നിനായിട്ട് ഇസ്രായേലോട് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വേറൊന്നും പറയാനില്ല. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞാണ്, ഹമാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഏതാനും നേതാക്കൾ മാത്രമല്ല, ഓരോ ഗാസക്കാരനും ഒരു ഹമാസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ആകെ പ്രശ്നമാണ്, അവർ പറയുമ്പോൾ ഓക്കെയാണ്, അത് ഹലാൽ ഗാസ ഹമാസായി മാറും. യെസ്. അതെ. ഇനി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള കോalition എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് അറിയില്ല, അമേരിക്ക ഈ പാകിസ്ഥാനുമായിട്ടും സിറിയയുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രധാന ഉദ്ദേശം അവരുടെ ആളുകൾ ആരെങ്കിലും ഇതുപോലെ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു പോംവഴി കണ്ടെത്താൻ. ഇപ്പോൾ ഇറാഖുമായിട്ടൊക്കെ അങ്ങനെയാണ് അമേരിക്ക പല സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നത്. അവർക്ക് തീവ്രവാദികളെ പെട്ടെന്ന് പിടിക്കാൻ ഇതൊരു പോംവഴിയാണ്, ഇങ്ങനത്തെ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതുമൂലം ഇവർ ഇപ്പോൾ സിറിയ, നിങ്ങൾക്കറിയാം, ഇതുപോലെ സിറിയ ഒറ്റ രാജ്യമായിട്ടല്ല കിടക്കുന്നത്, പല സ്ഥലങ്ങൾ പല ഗ്രൂപ്പുകളുടെ, തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലാണ്, വംശീയ ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. ഇപ്പോൾ ഈ ആത്മ എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് അടുത്തൊക്കെ കുർദുകളും മറ്റ് കുറേ ഗ്രൂപ്പുകളുണ്ട്. അമേരിക്കക്ക് ഒരുപാട് കാലമായിട്ട് കുർദുകളുമായിട്ട് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് വന്നതിന് ശേഷം ഈ തീവ്രവാദ സംഘടനയെ എതിർക്കാൻ വേണ്ടി കുർദുകളുടെ സേനയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള സഖ്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള തീവ്രവാദികളൊക്കെ പിടിക്കുന്നതും ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ അതിലെ ആളുടെ ഖലീഫയുടെ പേരാണ് അബൂ ഹഫ്സ് അൽ ഹാഷിമി അൽ ഖുറൈഷി. ഈ പേര് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അൽ ഖുറൈഷി, അത് മുസ്ലിം പറയട്ടെ, അവർക്ക് റളിയല്ലാഹു അലൈഹിസ്സലാം കുഞ്ഞപ്പൻ സ്വലം. അപ്പോൾ ഈ അൽ ഖുറൈഷി എന്നുള്ള ഈ പേര് നോക്കാം. ഇങ്ങനത്തെ പേരൊക്കെ ഇവരിടുന്നത് ശരിക്ക് ഒന്ന് ഈ IS-ന്റെ ഒക്കെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറാഖാണ്, ഇറാഖികളാണ് ബഹുഭൂരിപക്ഷം IS-ന്റെ പ്രധാന നേതാക്കളൊക്കെ. അതങ്ങനെയാണ് കേട്ടോ. വംശീയത ഇസ്ലാമിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു കോമ്പോസിഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ പലതും ലോക്കലായിരിക്കും, പക്ഷെ ഗ്രൂപ്പിന്റെ നേതാക്കളിലൊക്കെ മിക്കവാറും സൗദി അല്ലെങ്കിൽ ഇറാഖി, ഒരു വംശീയമായിട്ടുള്ള കുറേ പ്രത്യേകിച്ച് അറേബ്യൻ പ്രദേശത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഈ ഖുറൈശി എന്നുള്ള പേരും അവരങ്ങനെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഖുറൈശി എന്നുള്ളത് അറിയാലോ, മുഹമ്മദിന്റെ കുടുംബക്കാർ ഉൾപ്പെട്ട ഗോത്രത്തിന്റെ പേരായിരുന്നു. അപ്പൊ അത് സ്വീകരിക്കുക എന്നുള്ളത് ഇവരുടെ ഇടയിലുള്ള ഒരു കീഴ്വഴക്കമാണ്, ഇങ്ങനത്തെ പേരുകൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കുള്ള പേരല്ല. ഇയാളുടെ ശരിക്കുള്ള പേര് അപ്പൊ നിങ്ങൾ വിക്കിപീഡിയയിൽ ഈ പേര് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുള്ള പേര് അതിനകത്ത് കൊടുത്തിട്ടില്ല. ശരിക്കുള്ള പേരിനെ കുറിച്ചൊക്കെ തർക്കങ്ങൾ, കാരണം ശരിക്കുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അമേരിക്ക അത് കണ്ടു. അമേരിക്ക എല്ലാതും, അമേരിക്കൻ ചാനൽ സംഘടന ലോകത്തെ എല്ലാ ആപ്പും നോക്കി നടക്കുകയാണ്. ആപ്പിലൊക്കെ മൊത്തം എൻക്രിപ്ഷനൊക്കെ അവർ ഡീകോഡ് ചെയ്തിട്ട് നോക്കി നടക്കണം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പേര് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് അറിയാലോ, മുസ്ലിങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ് ഈ കാര്യത്തിൽ. പറയുമ്പോൾ പൊട്ടിത്തെറിക്കാനാണ് പോകുന്നത്, എന്നാലും ഇതിലൊക്കെ ഭയങ്കര പേടിയാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ അയാളുടെ ഒറിജിനൽ പേര് എന്ന് പറഞ്ഞ് വീണ്ടും റിപ്പോർട്ട് ചെയ്തത് സലഫി നൊമാൻ എന്നാണ്, അല്ലെങ്കിൽ അബ്ദുൽ
നൈഫ് അൽ ജബൂരി, ഇതിലേതോ ഒന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫ്രഞ്ച് വനിതയും ഉണ്ടായിരുന്നു. ആ ഫ്രഞ്ച് വനിതയും പിടിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ഫ്രഞ്ച് വനിത ഒരുപക്ഷെ മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ IS ചേർന്ന ഗ്രൂപ്പായിരിക്കാം, പിന്നെ ഒരു സ്ത്രീ ആയിരിക്കാം. എന്തായാലും അവരെയും പിടിച്ചു എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് സിറിയയിൽ ഇങ്ങനെ പിടിക്കപ്പെടുന്ന പല നേതാക്കളും അത് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം ഈ നേതാക്കളൊക്കെ പിടിക്കുമ്പോൾ ചെറുതായിട്ട് സംഘടന ക്ഷയിക്കും. എന്നാൽ ഇപ്പോൾ അവരുടെ IS ഒരു മോഡൽ സോപ്രാൻഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ആക്രമണം നടക്കുക, ലോൺ വോൾഫ് അറ്റാക്ക്. നമ്മൾ യൂറോപ്പിൽ ഉടനീളം നമ്മൾ കണ്ടാണ്, അമേരിക്കയിലെ ന്യൂ ഓർലിയൻസ് അറ്റാക്ക്. അപ്പോൾ അങ്ങനത്തെ മാർഗങ്ങളിലേക്ക് അവർ മാറിയിട്ടുണ്ട്. എന്നാൽ അവരുടെ സംഘടന ശക്തി ഇതുപോലെ ഉള്ള കാര്യങ്ങളിലൂടെ ക്ഷയിക്കും ചെയ്യും. പ്രത്യേകിച്ച് അമേരിക്കയുടെയും കുർദുകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള സേനകൾ ഇപ്പോൾ കുർദുകളുടെ ഏരിയകളിൽ ഒരുപാട് ജയിലുകളിൽ കുറേ IS ആൾക്കാരെ പാർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ വലിയൊരു വിഷയം. ഇപ്പോൾ തുർക്കിയും കുർദുകളുമായിട്ട് അതുപോലെ സിറിയയുടെ ഭരണകൂടവും കുർദുകളുമായിട്ടുള്ള ഡീലുകൾ അവരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ജയിലിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകും. ഇവരെങ്ങനെ പുറത്തെത്തി കഴിഞ്ഞാൽ വീണ്ടും അറിയാലോ, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയെ മാറും. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിഷയമാണ്. ഒന്ന് മാത്രമല്ല, സിറിയ ലോകത്തുള്ള എല്ലാ തീവ്രവാദികൾക്കുള്ള ഒരു അഭയകേന്ദ്രമായി മാറുന്നു എന്നുള്ളതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയും, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ചൈനയിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും തുർക്കമെനിസ്ഥാനിൽ നിന്നൊക്കെ അങ്ങോട്ട് ആട് മേക്കാൻ പോയ ടീമുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ചില പിള്ളേരെ കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ നിന്ന് കൊണ്ടേയില്ലേ, അതേപോലെ. അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത. ഇനി ഇതേപോലെ സിസ്താൻ ബലൂചിസ്ഥാനിലെ ഇറാൻ ഷെഹർ, അത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഇറാൻ്റെ പ്രദേശമാണ്. ഇവിടെ ബലൂച്ചികളുടെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ ബലൂച്ചികളായ ആളുകളുടെ വംശം ബലൂച്ചികളാണ്, അവരിൽപ്പെട്ട കുറച്ച് തീവ്രവാദികൾ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ജയ്ഷൽ അദൽ എന്നാണ് പേര്. അപ്പോൾ അവർ ഒരു ആക്രമണം നടത്തി അവിടുത്തെ 5 പോലീസുകാരെ കൊന്നു, ഇറാനി പോലീസുകാരെ. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ബലൂച്ചികളായ ആളുകൾക്ക് സിസ്താൻ ബലൂചിസ്ഥാൻ, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിൽ അവർക്ക് കൂടുതൽ അവകാശങ്ങൾ, ആ ഏരിയക്ക് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, ഭരണകൂടം ആ ഏരിയ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നം. പക്ഷേ സലഫി ജിഹാദി സംഘടനയാണ്. എന്ന് മാത്രമല്ല, ഇവർ പൊതുവിൽ ആക്രമിക്കുന്നത് പോലീസുകാർ, പട്ടാളക്കാർ. ഇപ്പോൾ ഇറാന് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഒരു പ്രധാനപ്പെട്ട ഒരു സിസ്താൻ ബലൂചിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ഖുദ്സ് ഫോഴ്സ്, ഇറാൻ്റെ ഖുദ്സ് ഫോഴ്സ് പെട്ട ഒരു കമാൻഡറെ, ഇറാൻ്റെ മിലിറ്ററിയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് പല തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ഖുദ്സ് ഫോഴ്സ്, ഹമാസ്, ഹിസ്ബുള്ളയൊക്കെയുമായി നേരിട്ട് ബന്ധമുള്ള ആ മിലിറ്ററിയുടെ ഒരു ഭാഗം, ആ ഖുദ്സ് ഫോഴ്സിൻ്റെയൊക്കെ സിസ്താൻ ബലൂചിസ്ഥാൻ ഇവരുടെ പ്രവിശ്യയിലുള്ള ഒരു നേതാവിനെ കൊന്നു എന്ന് അവകാശപ്പെട്ടിരുന്നു. ആ സമയത്ത് തന്നെ പല പോലീസുകാരെയും പട്ടാളക്കാരൊക്കെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പലരും മരിച്ചിരുന്നു. അപ്പോൾ അതാണ് മറ്റു വാർത്ത. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തി. അപ്പോൾ പുള്ളി അമേരിക്കയിലെ ബൈഡൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പ്രധാനമായിട്ട് മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളാണ്, പ്രത്യേകിച്ച് US വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ് ജോലി ചെയ്തത്. ഇയാളെ പറഞ്ഞു വിടാൻ കാരണം ഈ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ അവർ ഇപ്പോൾ ഗാസയുടെ വടക്കുന്ന് തെക്കോട്ട് പോകാൻ പറയും, ചില തെക്കോട്ട് നിന്ന് വടക്കോട്ട് പോകാൻ പറയും. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം യുദ്ധത്തിൻ്റെ ഇടയിൽ ഇത് പല UN പോലുള്ള പല സംഘടനകൾ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറയുന്നത്? ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് നിന്ന് അവിടെ നിന്ന് സിവിലിയൻസിന് മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സിവിലിയൻസ് കൊല്ലപ്പെടും. ഇത് ഇവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ അറിയോ? ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് അതെന്തോ തെറ്റാണെന്ന് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യരെ മാറ്റുക എന്നുള്ളത് അത് വളരെ ന്യായവും നീതിയുക്തവും വളരെ കരുണയുടെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ അവിടെ കിടന്ന ആൾക്കാർ മരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നയം നിങ്ങൾക്കറിയാം. ഗാസയെക്കുറിച്ച് ട്രംപ് നടത്തിയൊരു പ്രസ്താവന ഉണ്ട്. ഞാൻ ഗാസയിൽ മറ്റേ മൂപ്പരുടെ ഒരു ഗോൾഫ് കേന്ദ്രം സ്ഥാപിക്കുന്നു, അവിടെ ട്രംപ് ടവർ സ്ഥാപിക്കുന്നു, അത് ഗാസയെ നമ്മൾ ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും, അവിടുത്തെ ആൾക്കാരൊക്കെ അവിടുന്ന് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു, അവിടുത്തെ മൊത്തം ഗാസക്കാർ. അപ്പോൾ അത് ചൂട് പിടിച്ചിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിരുദ്ധാഭിപ്രായം ഉണ്ടായിരുന്ന ഒരു വോക്കാണോ പിന്നെ മുസ്ലിമാണോ ഇതിൽ ഏതോ ഒന്നാണ്, അങ്ങനെയുള്ള ഒരു ആശയം ഉണ്ടായിരുന്ന ആളാണ് ഈ ഷഹീദ് ഖുറൈഷി എന്ന് പറഞ്ഞത്. ഇയാളെ കുറിച്ച് മുമ്പൊരു ആരോപണം ഉണ്ട്. ഇയാൾ അമേരിക്കയിൽ ഇറാന് വേണ്ടി ലോബി നടത്തുന്ന ഒരു സംഘടനയോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇയാളെ കുറിച്ച് മുമ്പ് ആരോപണം ഉള്ളതാണ്. ഇയാൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു.
പിന്നെ ബൈഡൻ്റെ കാലത്തുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു വോക്കിസം അതിനകത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇയാൾ ഈ നയമൊക്കെ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പൊതു പ്രസ്താവനകളിൽ തിരുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഐ മീൻ ഇയാളുടെ ഉദ്യോഗം അതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനത്തെ വിദേശ നയങ്ങളെക്കുറിച്ചുള്ള കൃത്യത വരുത്താൻ പ്രത്യേകിച്ച് മീഡിയയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനകത്ത് ഇയാൾ ഔദ്യോഗികമായിട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത നിലപാടിനെതിരെ മുന്നോട്ട് വരികയും ഇസ്രായേൽ ആളുകളെ ഇതുപോലെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് മാറ്റുന്നത് തെറ്റാണെന്നുള്ള ഒരു പ്രസ്താവന ഇറക്കി നേരെ അവരുടെ നയത്തിനെതിരെ പോവുകയും അതിനെ സംബന്ധിച്ച് ഈ മൈക്ക് ഹക്കബി, ഇസ്രായേലിലേക്കുള്ള ഒരു പ്രതിനിധിയായിട്ടുള്ള മൈക്ക് ഹക്കബിയുടെ അനുയായിട്ടുള്ള വേറെ ഒരാളുണ്ട്. അയാളാണെങ്കിൽ കട്ട ഇസ്രായേൽ സപ്പോർട്ടറാണ്. അപ്പോൾ അയാളും ഇയാളും തമ്മിലുള്ള തർക്കത്തിൽ അവസാനം ഇയാളെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ നമ്മൾ പറയാറുണ്ട് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മുസ്ലിമിന് അമേരിക്കക്കാരനാവാൻ പറ്റുമോ, ഒരു മുസ്ലിമിന് ഇന്ത്യക്കാരനാവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഇതാണ് ആ പ്രശ്നങ്ങൾക്ക് ഒരു തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റുക. കാരണം അവസാനം അവർ മതത്തിൽ ചെന്ന് നിൽക്കും. അല്ലെങ്കിൽ ഗാസയിലെ പ്രശ്നമൊന്നും ഇയാളുടെ വ്യക്തിപരമായ പ്രശ്നമാവേണ്ട കാര്യമില്ല. ഇയാളുടെ വ്യക്തിപരമായ ഐഡിയോളജിയുടെ പുറത്താണ് ഇയാൾ ചെയ്യുന്നത്. ഇയാൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് കിട്ടിയ ഓർഡർ അങ്ങ് എടുത്ത് പാസ്സാക്കിയാൽ മതി. ഇത് അമേരിക്കയിലെ പല ബോഡികളിലും ഇരിക്കുന്ന സോക്കോൾഡ് വോക്കുകളുടെയും മുസ്ലിങ്ങളുടെയും ഒരു കുഴപ്പമാണ്. അവർ ആ രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരും. എന്ന് മാത്രമല്ല, ഇസ്രായേലിനുമായി സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അത് നമുക്ക് തിരസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരാൾ അതിന് വിരുദ്ധമായിട്ട് പോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് നടക്കില്ല എന്നുള്ളതാണ്. അയാൾ ചെറിയ കാര്യത്തിന് പോലും പിടിവാശിയുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും പ്രഖ്യാപിക്കും. അതെ. അപ്പോൾ ഈ അതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, ഈ ഒരു മുസ്ലിമിന് ആ സ്വത്വബോധത്തിൽ നിന്ന് പുറത്തു വന്ന് എപ്പോഴും ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റിയോ കൾച്ചറുമായി ബന്ധപ്പെട്ടോ ഒക്കെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തണം. അത് പെട്ടെന്ന് നടക്കില്ല. ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് ഒരു സമൂഹത്തിൽ പെട്ടെന്ന് നടക്കില്ല. ഇപ്പോൾ അമേരിക്കയിൽ ചെന്നാൽ പോലും നന്നാവുന്നില്ലെങ്കിൽ പിന്നെ ഇനി ഇവിടെ പോയി നന്നാവണം എന്നാണ് ഇനി നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ കാരണം അമേരിക്ക പൊതുവിൽ ഈ ഫ്രീ സ്പീച്ചും അഭിപ്രായ സ്വാതന്ത്ര്യവും സെക്യുലറിസം അത്ര ഇല്ലെങ്കിലും ക്രിസ്തുമതമാണെങ്കിലും സെക്യുലറിസം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതൊന്നും പഠിക്കാനുള്ള ചാൻസ് ഒന്നും ഉപയോഗിക്കാതെ അവിടെയും പോയിട്ട് ഈ ഗാസയ്ക്ക് വേണ്ടിയും ഇതിനൊക്കെ വേണ്ടി നിങ്ങളൊരു ഔദ്യോഗിക തലത്തിൽ ഉള്ളൊരു പ്രതിനിധി ആയിട്ടിരുന്നുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല. അത് ഇന്ത്യയിൽ നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പല പ്രദേശങ്ങളിൽ പല സംഖ്യകൾ ആരോപിക്കുന്നതെന്നാണ് പറയാറ്. പക്ഷെ അത് സത്യമാണ്. പാകിസ്ഥാന് ഇന്ത്യൻ മാച്ച് വരുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ കളിക്കുന്നുണ്ടോന്നല്ല, പാകിസ്ഥാൻ്റെ കളി മികച്ചതായതുകൊണ്ടൊന്നല്ല, പാകിസ്ഥാൻ എന്നുള്ളത് ഞമ്മൻ്റെ മതമാണെന്നുള്ളതാണ്. ഇതാണ് സത്യം. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി പ്രശ്നം മുസ്ലിങ്ങൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഉണ്ട്. അതാണ് ഈ തീവ്രവാദത്തിൻ്റെ മറ്റൊരു കാരണം. യൂറോപ്പിൽ തീവ്രവാദം വരുന്നത് എന്തുകൊണ്ടാണ്? സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അവിടെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം എന്ന് പറയാം. യൂറോപ്പിൽ ഇവർ ചെന്നാൽ എന്താ തീവ്രവാദം വരുന്നത്? അവർക്ക് ഐഡൻറ്റിറ്റി പൊഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് മറ്റൊരു വാർത്തയാണ്. ഇനി ഇത് ഈജിപ്തിൻ്റെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള മിഷൻ്റെ ഓഫീസിനെ അടുത്ത് വെച്ച് ഒരുപാട് ഈ വോക്കുകളും മുസ്ലിങ്ങളും കൂടി ഗാസയുമായി ബന്ധപ്പെട്ട് ഈജിപ്തിനെതിരെ പ്രതിഷേധം, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ ഗാസയ്ക്കെതിരെയുള്ള ഈ ഉന്മൂലനം അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഈജിപ്താണെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഇതിന് മുമ്പ് വന്നൊരു വീഡിയോ ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ വീഡിയോ ഇവിടെ കാണിക്കാനും സ്ക്രീൻഷോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അത് നല്ല അടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. ആ ഇങ്ങനെ സമരം ചെയ്തിരുന്ന പിള്ളേരെ, മൈനർ ആണെന്നാണ് കരുതുന്നത്, 2 സഹോദരന്മാരെ ഇവർ പിടിച്ചോണ്ട് പോയി. അവരുടെ അച്ഛൻ്റെ പേര് അലി എൽസാമക്, അച്ഛൻ്റെ പേര് എന്താണ്? ഒരു മിനിറ്റ്. അക്രം എൽസമക് എന്നാണ്. അത് മക്കളുടെ പേര്. ഒരാൾ മൈനറാണ്, അലി എൽസമക്കും യാസീൻ എൽസമക്കും. അപ്പോൾ ഇവർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ അക്രം എൽസമക്കിൻ്റെ ഭാര്യ എനിക്ക് തോന്നുന്നു റഷ്യയെന്നും ഇയാൾ ഈജിപ്തിൽ നിന്നും കണ്ട് പണ്ട് കുടിയേറിയതാണ്. എന്നിട്ടും ഇപ്പോഴും ആ പഴയ ബോധത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കുട്ടികളൊക്കെ ഇങ്ങനെയാണ് വളർത്തുന്നത്. ഗാസ, അമേരിക്ക, ഇസ്രായേൽ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? പിന്നെ അവിടെ നിന്നാ പറയുന്നില്ല. ഇതൊക്കെ അവിടെ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് കോമഡി. അതായത് ഈജിപ്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഈജിപ്തിൽ ഇരുന്നുകൊണ്ട് സമരം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിൽ ആളുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ
അമേരിക്ക ചെന്നിട്ട് ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ മക്കളെ പഠിപ്പിച്ചു വിടുന്നു. അതാ ഞാൻ പറഞ്ഞ ഈ ഒരു സ്വത്വബോധം പൊഴിക്കാൻ മുസ്ലിമിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ രാജ്യസ്നേഹത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഒരു മുസ്ലിമിന് എത്രത്തോളം രാജ്യസ്നേഹിക്കാൻ പറ്റും മതപരമായിട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്നൊക്കെയാണ് കേട്ടോ ഞങ്ങളിവിടെ തള്ളാറ്. അതെ, നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ അതിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമെങ്കിലും എത്രത്തോളം പറ്റാറുണ്ട് എന്നുള്ളത്, എത്രത്തോളം കാണിക്കാറുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. പിന്നെ ഒരു അടുത്ത തലമുറയിലേക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കുന്നു. ഇപ്പൊ എന്തായാലും ഇവിടെ സംഭവിച്ചത് ഈജിപ്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമാണെന്നുള്ളത് കാണാം. ഇസ്രായേലെങ്ങാനും ഇസ്രായേലിന്റെ എംബസിക്ക് നേരെ വന്ന ആൾക്കാരെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് ഈ ബൈക്കിന് ചെയിൻ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മൊസാദ്, ജൂതൻ, അമേരിക്ക, ഉഗാണ്ട, കോലാലംപൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങും സമരത്തിന്. പിന്നെ എംബസിന്റെ മുന്നിൽ തീയിടലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തീവ്രവാദാക്രമണം, അല്ലെങ്കിൽ അന്ന് പണ്ട് അമേരിക്ക സംഭവിച്ച പോലെ ഒരു കപ്പിൾസിനെ കൊന്ന പോലെ വെടിവെച്ചു പോല, ഇതൊക്കെ ആയിരിക്കും. ഈജിപ്തിന്റെ അംബാസഡർ അല്ല, വിദേശകാര്യമന്ത്രി, എന്താണ് നിങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്, ലീക്ക് ചെയ്ത വീഡിയോ ആണ്. ഇദ്ദേഹം ഈജിപ്തിന്റെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഈ മിഷന്റെ ഓഫീസ്, അമേരിക്കയിലുള്ള ഓഫീസ്, ന്യൂയോർക്കിലാണ് ഓഫീസ്. ആ ഓഫീസ് ലുള്ള ആളുകളോട് പൊതുവിലും അവരോട് തന്നെ നേരിട്ട് പറഞ്ഞോന്ന് അറിയില്ല, പക്ഷെ മറ്റ് പല യൂറോപ്പിലൊക്കെ ഉള്ള ഓഫീസുകളുടെ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയാണ്. ഇപ്പം എന്താ പറഞ്ഞു നോക്കാം. ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഇതുപോലുള്ള ഓഫീസുകളുടെ മുന്നിൽ പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ പുട്ട് സം അവർ നമ്മൾ നേരെ മഷി, നമുക്കറിയില്ല മഷി പ്രയോഗം, അത് ഈ പല സോക്കോൾഡ് പ്രക്ഷോഭങ്ങളിൽ ഇവരെന്തോ ഭയങ്കര എന്തോ സാധിച്ചു എന്ന് കരുതാൻ വേണ്ടി പ്രക്ഷോഭകാരികൾ ചെയ്യുന്ന കാര്യമാണ്. മഷി എടുത്ത് എഴുതുക ആൾക്കാരെ നേരെ, അതൊക്കെ എന്തോ ഭയങ്കര വിപ്ലവമാണെന്നാണ് കരുതുന്നത്. എന്തോ ധാർമ്മികതയും അല്ലെങ്കിൽ എന്തോ ഒരു അവരെന്തോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ ശരിക്കും സാമൂഹിക ദ്രോഹമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് പറയാറ്. അപ്പൊ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഗ്രാബ് ഹിം ആൻഡ് ഡ്രാഗ് ഹിം ഇൻസൈഡ്. ഈ ലീക്ക് ചെയ്ത വീഡിയോ അമേരിക്കയും ഇസ്രായേലും പുറത്തുവിട്ടല്ല, ഇത് മിഡിൽ ഈസ്റ്റേയാണ്, നമ്മുടെ കോയമാരുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ് വന്നിട്ടുള്ളത്. അതിൽ തലക്കെട്ട് നിങ്ങൾ നോക്കാം, ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്റർ കോൾസ് ഓൺ എംബസി ഗാർഡ്സ്, അവരുടെ എംബസി അറൌണ്ട് യൂറോപ്പ് ടു ഡ്രാഗ് പ്രൊട്ടസ്റ്റേഴ്സ് ഇൻസൈഡ്. എങ്ങനെയുണ്ട്? അതായത് പ്രതിഷേധിക്കുന്ന ആൾക്കാരെ അങ്ങ് പിടിച്ചോണ്ട് വലിച്ചോണ്ട് വാ എന്നാണ് പറയുന്നത്. ഇവന്മാര് ഒന്ന് പ്രക്ഷോഭകാരികൾ തെമ്മാടികളാണ് പൊതുവിൽ. നമ്മൾ യൂറോപ്പിൽ നോക്കിയാലും അവർക്കൊരു യൂറോപ്പിൻ്റെ ഒരു അവസ്ഥയും പൊതുവിൽ അമേരിക്കയിലെ ഈ പ്രക്ഷോഭത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു സീമ ലംഘിക്കുന്ന, അതിർത്തി ലംഘിക്കുന്ന, നിങ്ങൾ പ്രക്ഷോഭം നടത്തുന്നതും നിങ്ങൾ ഈ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് നമ്മൾ തെമ്മാടികളൊന്നുമല്ല, നമ്മൾ ഭയങ്കര വി ആർ നോട്ട് തഗ്സ്, നമ്മൾ ഡിപ്ലോമാറ്റുകളാണ്. പക്ഷേ നമ്മുടെ എംബസിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു അതിർത്തി ലംഘിച്ച് ആളുകൾ അല്ലെങ്കിൽ എംബസി പുറത്തുനിന്ന് പൂട്ടുക, അല്ലെങ്കിൽ കോൺസുലേറ്റിന്റെ ഗേറ്റ് പൂട്ടുക, പുറത്തുനിന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പിടിച്ച് അകത്തേക്ക് വലിച്ചിടിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതിന് ശേഷം അവർക്കൊരു പേടി ഉണ്ടാവും എന്നുകൂടി ഇയാൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വോക്കുകൾ ഇംബിഡൽസ് ഒക്കെ പറയുന്നത് അതൊക്കെ ശരിയാണെന്നാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിന്റെയൊക്കെ അതാണ്. അതെ, അതായത് ബാക്കിയുള്ളവരുടെ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം. സമരത്തിന്റെ ഒരു പ്രധാനമാണ് റോഡ് തടയാം. റോഡ്, അതായത് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ റോഡ് ഉപരോധിക്കുന്നു. റോഡ് ആരുടേതാണ്? റോഡ് എല്ലാവരുടേതാണ്. റോഡ് സമരക്കാരുടെ മാത്രമാണോ? അല്ല. അങ്ങനെ വല്ല പ്രൈവറ്റ് റോഡും അവർ തടയാറുണ്ടോ? ഇല്ല. അവർ പബ്ലിക് റോഡാണ് തടയാം. എപ്പോൾ തടയുകയാണെങ്കിലും അത് പബ്ലിക് റോഡായിരിക്കും. പ്രൈവറ്റ് റോഡ് തടയാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. അങ്ങനെ ആ സ്ഥലത്തിന്റെ ഭൂമിയുടെ ഉടമ കേസ് കൊടുത്താൽ പണി കിട്ടും. പക്ഷെ നമ്മൾ ഇതൊരു എന്താ പറയുക, നോർമലൈസ് ചെയ്തൊരു അവസ്ഥയാണ്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക സമവാക്യങ്ങളാണ് എന്ന് കരുതുന്ന ആളുകളാണ് ഇന്ത്യയിലും പൊതുവെ ലോകത്തുള്ളത്. ഈ വോക്കുകളും സോക്കോൾഡ് സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പോലും ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ശരിക്കും സാമൂഹിക ദ്രോഹമാണ്. നിങ്ങൾക്ക് എന്തോ ആവശ്യമുണ്ട്, ഇനിയിപ്പോൾ ന്യായമായ ആവശ്യമാണെങ്കിലും അതിൻ്റെ പേരിൽ ഒരാളെ ഉപദ്രവിക്കുന്നതിൽ എങ്ങനെയാണ് ന്യായമാകുന്നത്? നിങ്ങളുടെ ആവശ്യം ന്യായമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കാൻ നിങ്ങൾക്ക് യാതൊരു മൗലികമായ അവകാശവുമില്ല. നിങ്ങളുടെ ആവശ്യം എത്ര ന്യായമാണ്? ഇപ്പോൾ ജനാധിപത്യം ഇന്ത്യയിൽ മൊത്തം ഇല്ലാതായി വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന്, അതിൻ്റെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലാൻ പറ്റും? ജസ്റ്റ് ചോദിച്ചാൽ ഇല്ല, അത് തെറ്റാണ്. ആ തെറ്റ് വേറെ തന്നെ തെറ്റാണത്. അതേപോലെ ജനാധിപത്യം ഇപ്പോൾ ഇന്ത്യയിൽ മോദി സർക്കാർ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമായി പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കാം. അതിൻ്റെ പേരിൽ ആളുകളെ കൊല്ലാൻ പറ്റുമോ? അതിൻ്റെ പേരിൽ ആളുകളുടെ വഴി തടയാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ തെറ്റാണ്. നിങ്ങൾക്ക് സംസാരിക്കാം, അതിനെക്കുറിച്ച് പ്രതിഷേധിക്കാം, പക്ഷേ അത് ബാക്കിയുള്ളവരുടെ അവകാശം ഹനിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ്. ഇത് ഇസ്രായേലാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ എംബസിയിലോ ഈ
ഇതുപോലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള മിഷനിൽ ഇസ്രായേലികളാണ് ഇരിക്കുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കോലാഹലം ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കാം. ഇങ്ങനെ ഇസ്രായേൽ ചെയ്യുന്നില്ല, പക്ഷേ മുസ്ലിങ്ങളോട് മുസ്ലിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണിത്. ഇത് കോമഡിയാണ് കേട്ടോ. അതായത് അംബേദ്കറൊക്കെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ ബ്രദർഹുഡിനെ കുറിച്ചൊക്കെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് ബ്രദർഹുഡ് ഒന്നുമില്ല. ബ്രദർഹുഡ് അല്ല, അത് എനിമിഹുഡ് എന്ന് പറയും. എനിമി ആരാണ് എന്ന് പറയും, അതായത് ശത്രു ആരാണ് നോക്കിയിട്ട് ഐക്യപ്പെടും, ഇത്ര മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള സ്നേഹം നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഗാസയിൽ നിന്ന് ആളുകളെ ഞങ്ങളുടെ ഭാഗത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വാതിൽ പൂട്ടിയിരിക്കുന്ന ടീമാണ് ഈജിപ്ത്. ഇതിനാണ് ഈജിപ്തിനെതിരെ ഈ എംബസിയുടെ മുന്നിലൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. എത്രത്തോളം ഈ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെത്ര വ്യത്യസ്തമായിട്ടാണ് ഇടപെടുന്നതും ആ കൾച്ചറിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റും കൂടി ഉണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയ ബജറ്റിൽ ഇസ്രായേൽ 400 മില്യൺ ഷെക്കൽ ഗാസയുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റഷ്യ പുതിയ ബജറ്റ് പ്രഖ്യാപിക്കും ഉക്രൈന് വേണ്ടി, നമ്മുടെ ഉക്രൈനിലെ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ഒരു 10 ബില്യൺ റൂബിൾ ഇതാ പിടിച്ചോ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ജനസൈഡ് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ജനസൈഡ്. ആദ്യം കൊടുക്കും, വെള്ളം കൊടുക്കും, എന്നിട്ട് കഴുത്തിറക്കും. അതെ. പിന്നെ ഇത് കൾച്ചറിലെ ഒരു പ്രശ്നം കൂടിയാണ്. അറബികളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് പറയും. ഇപ്പൊ ഈ ബൈക്കിന്റെ ചെയിൻ എടുത്ത് അടിക്കാന്ന് പറഞ്ഞാൽ അവന്മാര് പിള്ളേരെ എങ്ങനെയാണ് പഠിപ്പിക്കാറ്? പിള്ളേരെങ്ങനെ അടിച്ച് പദം വരുത്തുന്ന ഒരു സംസ്കാരമുള്ള ആളുകളാണ്. ഇത് തന്നെ ഇസ്ലാമിലും കാണാം. നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക എന്നുള്ള, ഭാര്യ അടിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വന്നത് അങ്ങനെയാണ്. ഇത് കൾച്ചറിലെ ഒരു പ്രശ്നമാണ്. ഇതൊന്നും സംസ്കരിക്കാനുള്ള ഒരു എന്താ പറയുക ഉന്നമനം അവിടെ ഉണ്ടായിട്ടില്ല. ഇത് ഇവരുടെ കൾച്ചർ ആയതുകൊണ്ടാണ് അവർ ഈ ബൈക്കിന്റെ ചെയിനൊക്കെ എടുത്ത് അടിക്കുന്നത്. ചെറിയ പിള്ളേരൊക്കെയാണ് പിടിച്ചടിക്കുന്നത്. അവർ പ്രതിഷേധം നടത്തിയോ ഓക്കെ, നിങ്ങൾക്ക് അതിന് പോലീസിനെ സമീപിക്കാം. പ്രത്യേകിച്ച് എംബസി പോലുള്ള മേഖലകളിലൊക്കെ പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. അപ്പം ന്യൂയോർക്ക് ആയതുകൊണ്ടും അവിടെ പോലീസ് വരാൻ സാധ്യതയുണ്ട്. കാരണം വിദേശ രാജ്യത്തിൻ്റെ ഒരു ഓഫീസിന് നേരെയൊന്നും ഇങ്ങനെ അത്ര സുഖമായിട്ടൊന്നും പോയി പ്രതിഷേധിക്കാനുള്ള അവകാശമൊന്നുമില്ല. ശരിക്കും ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ശരിക്കും. കാരണം അവരുടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇവർ നേരെ പോയിട്ട് ഇവന്മാരൊക്കെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഇവന്മാരെ അടിക്കുന്നത് കണ്ടിട്ട് പോലീസുകാർ വന്നിട്ട് അവരുമായിട്ട് സംസാരിച്ച് അവസാനം ഈ പിള്ളേരെ അറസ്റ്റ് ചെയ്തു പോലീസ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈജിപ്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നതായിരിക്കാം. ആ പ്രതിഷേധം നടക്കാനേ സാധ്യതയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ തന്നെ അവർ സമ്മതിക്കില്ല. ഗാസയ്ക്ക് വേണ്ടി ഈജിപ്തിൽ എത്ര പ്രതിഷേധം ഇതുപോലെ ഒരു വോക്കിനോ അല്ലെങ്കിൽ മുസ്ലിമിനോ നടത്താൻ പറ്റും എന്നത് ചിന്തിക്കുക. സൗദിയിൽ എത്ര നടത്താൻ പറ്റും? സൗദിയില് ഹജ്ജിന് അതെ അല്ല, അത് പറഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്യാണ്. നമ്മളുടെ ഫ്ലോട്ടില നമ്മളുടെ ഗ്രേറ്റ് വന്നു. അത് വന്നതിന് ശേഷം ഇതുപോലെ കുറേ ആളുകൾ ഈജിപ്തിൽ വരെയും കൈറോ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവർ ഗാസ അങ്ങോട്ടേക്ക് മാർച്ച് ടു ഗാസ എന്നോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു കുറേ ആളുകൾ വന്നു. അവരെ തല്ലി ഓടിക്കായിരുന്നു അവിടുത്തെ പോലീസും. അവിടുത്തെ പോലീസ് തല്ലിയിട്ട് പറയും നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചെയ്യുന്നത്, നമുക്ക് ഗാസയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിലവിളി. അയാൾ ഒരുത്തൻ തല്ലൊക്കെ കൊണ്ട് മുട്ടിൽ വീണ് കിടന്ന് ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നിലവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഇത് അതായത് ഈ വോക്കുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ പോലെ അവർക്ക് തിരിച്ചറിയുന്നില്ല. അതാണ് ഇതിൻ്റെ കഥ. ഇപ്പോൾ ഒരു പരിപാടിയിലൊരു ചോദ്യം വരുന്നുണ്ട്. എനിക്കൊന്നും നമ്മുടെ ഡഗ്ലസ് മുറയാണെന്ന് തോന്നുന്നു. ഇതേപോലെ ഒരു ഡിബേറ്റ്, ഒരു ചർച്ച നടക്കുമ്പോൾ ഇങ്ങനെ വലിയ ഘോര അപ്പുറത്തിരിക്കുന്ന ആളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഗാസ ഈസ് ബീങ് സറൗണ്ടഡ് ബൈ ഇസ്രായേൽ എന്ന് പറഞ്ഞു. സറൗണ്ടഡ് ബൈ ഇസ്രായേൽ, സോ വാട്ട് ആർ ദ ബൗണ്ടറീസ്, വാട്ട് ആർ ദ ബോർഡേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ. ഓക്കെ, അപ്പോൾ അവിടെ ഈജിപ്തില്ല എന്നുള്ള കാര്യം, ഈജിപ്ത് ഉണ്ടെന്നുള്ള കാര്യം ഈ അമ്മച്ചിക്ക് അറിയില്ല. അപ്പോൾ വലിയ ധാരണയാണ്, വലിയ യമണ്ടൻ ബുദ്ധിശാലികളാണ്, ഇതിനെക്കുറിച്ചൊക്കെ വോക്ക് ആണെന്നാണ് അവർ പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ വോക്കായി ഇരിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളോട് മാത്രമാണ്. അപ്പോൾ ഈ സംഗതി ഇങ്ങനെ ഒരു ബോർഡർ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അവർ ബബ്ബ. ഇതാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഇമ്പിഡൽസും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് അവർക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇത് തീർത്തോ എന്നിട്ട് ഓക്കെ. ഇനി നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരിഫ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമാണ്. ഇവിടെ ഗാസ എവിടെ കിടക്കുന്ന അറിയാം. ഇപ്പോൾ ഗാസ ഇപ്പോൾ ഇത് സീനായ് പെനിൻസുലയാണ്. ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള കരാർ 1982 വിട്ടുകൊടുത്തതാണ്. ഒരു സമാധാനത്തിന് പകരം ഇസ്രായേൽ പിടിച്ചടക്കിയ സീനായ് പെനിൻസുല വിട്ടുകൊടുക്കുകയായിരുന്നു. ഇത് ഒരുപാട് കാലം അവിടെ പട്ടാളമൊന്നും ഇല്ലാത്ത ഒരു ഡീമിലിറ്ററൈസ്ഡ് സോണായിരുന്നു. ഇപ്പോൾ ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിനെ പേടിച്ചല്ല, ഗാസക്കാരെ പേടിച്ച് ഈജിപ്ത് കുറേ പട്ടാളക്കാർ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ പ്രദേശം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആ
കീഴ്ഭാഗം, അല്ലെങ്കിൽ കീഴ്ഭാഗമല്ല, തെക്ക് ഭാഗം, നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ താഴെ ആണ് ഇവിടെ കാണുന്നത്. ഈ ഗാസ ഇവിടെയാണ് കിടക്കുന്നത്, ഗാസയുടെ റാഫ ബോർഡറൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സീനായ് പെനിൻസുലേക്ക് പോവാം. ശരിക്കും ഈ യുദ്ധത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്താനുള്ളൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ആളുകളുടെ എണ്ണം, മരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്, പക്ഷെ അത് ഈജിപ്തിൻ്റെ ഭാഗത്തെ ഒരു വാതിലടച്ചുകൊണ്ട് നടക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനായ് പെനിൻസുലയിൽ കുറേ ക്യാമ്പ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. സീനായ് പെനിൻസുല ഗാസയേക്കാളും വലിയ സ്ഥലമാണ്, മരുഭൂമി ഒക്കെ തന്നെയാണ്, അത്ര നല്ല ഒരു കാലാവസ്ഥയുടെ പ്രതീക്ഷയല്ല. പക്ഷേ അവിടെ ഈ ഐക്യരാഷ്ട്ര സംഘടനയും അങ്ങനെയുള്ള സംഘടനകളുടെയൊക്കെ ക്യാമ്പുകൾ ഉണ്ടാക്കി എങ്ങനെയാണോ ഒരു പല പ്രദേശങ്ങൾ യുദ്ധമുഖത്ത് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ടെൻറ്റുകളും മറ്റേതും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഗാസയിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ അവരെ സംരക്ഷിക്കാനുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന പെനിൻസുലാണ് സീനായ് പെനിൻസുല. പക്ഷെ അങ്ങോട്ട് ഗാസക്കാരെ കടത്തില്ല. അതെന്താണ് കാരണം എന്ന് കൂടി ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു നാസയുടെ ശരിക്കുള്ള മാപ്പാണിത്, ഇത് ഒരു വരച്ചതല്ല, ചിത്രമാണ്. ഇതാണ് സീനായ് പെനിൻസുല. അപ്പോൾ ഇവിടേക്ക് എന്തുകൊണ്ടാണ് ഈജിപ്ത് കവാടം തുറക്കാത്തതെന്ന്, അതേപോലെ എന്തുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ ജോർദൻ കവാടം തുറക്കാത്തത് എന്നുള്ളതിനെ കുറിച്ചും. ഒന്ന്, ചരിത്രപരമായി പലസ്തീനികളെ മറ്റൊരു അറബ് രാജ്യങ്ങൾക്കും വിശ്വാസമില്ല. അതാണ് ആദ്യ കാരണം. അവരെക്കുറിച്ച്, പലസ്തീനികളെ കുറിച്ചുള്ള ഒരു മുൻ ധാരണ എന്താണെന്ന് വെച്ചാൽ അവർ സ്വയം പൊട്ടിത്തെറിക്കുന്ന ടീമുകളാണ്, തീവ്രവാദവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ആര് പറയുന്നത്? ഇതേ ആശയം പേർന്ന് മറ്റ് സഹമുസ്ലിങ്ങൾ പറയുന്നത്. ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കുള്ള ആശയം തന്നെയാണിത്, ഈ സ്വയം പൊട്ടിത്തെറിക്കുന്നത്. നന്നായിട്ട് അറിയാം ബ്ലാക്ക് സെപ്റ്റംബർ. അതെ, അവർക്ക് ഓൾറെഡി പരിചയമുണ്ട്. ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട സംഘടനകൾ സ്വാധീനമുള്ളൊരു ജനസമൂഹമാണ് പലസ്തീനികളെന്ന് ഈജിപ്തിലെ ഭരണകൂടത്തിനും ആളുകൾക്കും അറിയാം. ഗാസയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നവർ പോലും ഈ റാഫയിലെ ബോർഡർ തുറക്കുന്നതിനെതിരെയാണ്. അതാണ് ഈജിപ്തിലൊരു കോമഡി. ഈജിപ്തുകാരായ ആളുകളിൽ ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ പോലും ഈ ബോർഡർ തുറക്കുന്നതിന് എതിരെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ബോർഡർ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നയത്തിൽ ജനങ്ങൾക്കിടയിൽ, ഭരണകൂടം മാത്രമല്ല ജനങ്ങളും അവർക്കും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ജോർദൻ്റെ കാര്യം നോക്കിയാൽ, കിഴക്കൻ ജോർദൻ, ഇപ്പോൾ ജോർദനിലും നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ സമവാക്യങ്ങൾ മതം മാത്രമല്ല, അതിനകത്ത് വംശീയത ഒരു പ്രശ്നമാണ്. ജോർദനിൽ കിഴക്ക് ഭാഗത്ത് ഉള്ള കിഴക്കൻ ജോർദനുള്ള ആളുകൾ ആയിരുന്നു മുമ്പ് ഭൂരിപക്ഷം, അവർക്കായിരുന്നു സ്വാധീനം ഭരണത്തിലൊക്കെ. പക്ഷേ അവർ പേടിക്കുന്നത് ഈ പലസ്തീനികളൊക്കെ വന്ന് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി തട്ടിയെടുത്ത് അവിടെ സ്വാധീനം സ്ഥാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജോർദനിൽ എനിക്കൊന്ന് 2010 ഉള്ളൊരു വാർത്ത ഞാൻ കേട്ടിരുന്നു. ജോർദനിൽ നിങ്ങൾക്ക് പലസ്തീനികൾക്ക് പലർക്കും അവർ പൗരത്വമൊക്കെ കൊടുത്തു എന്ന്, ചില പലസ്തീനികൾക്ക് പാസ്പോർട്ട് അടക്കം കിട്ടും. പക്ഷേ ഈ പൗരത്വം കൊടുത്ത് അവരുടെ ജോർദനിയിലെ ഓൾറെഡി ഉള്ള ജനസംഖ്യയുമായിട്ട് ഇഴുകിച്ചേർന്നവർ ഓക്കെയാണ്. പക്ഷെ ഒരു വലിയ വിഭാഗം പലസ്തീനികൾക്ക് ഇവർ ഇപ്പോഴും ജോർദനിൽ ഈക്വൽ സ്റ്റാറ്റസ് ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ജോർദൻ ഈ കൊടുത്ത പൗരത്വം തിരിച്ചെടുക്കുന്ന വാർത്ത വരെ 2010 ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് ഇതുപോലെ ഉള്ള ഈ പ്രശ്നം വഷളായി കഴിഞ്ഞാൽ പലസ്തീനികളുടെ ജനസംഖ്യ കൂടുകയും ജോർദനിൽ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ജനസംഖ്യ കുറയുകയും ചെയ്യും എന്നതാണ് അവിടുത്തെ യഥാർത്ഥ വിഷയം. അതെ, അല്ല അവർ പറയുന്നത് നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. കാരണം ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോകല്ല. അത് ജോർദാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. ബ്ലാക്ക് സെപ്റ്റംബർ അവരുടെ മറ്റേ ഹുസൈൻ രാജാവിനെ അവിടുന്ന് മീൻസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതും ലബനോൻ പോയിട്ട് കുട്ടിച്ചോറാക്കിയത്, ഇതൊക്കെ മിഡിൽ ഈസ്റ്റിലൊരു അവിടുത്തെ അങ്ങാടിപ്പാട്ടാണത്. അതെ, അപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്താണ് ഈ അറബ് രാജ്യങ്ങൾ, നമ്മൾ ചോദിക്കുന്ന ന്യായമാണ്, എന്താണ് മുസ്ലിങ്ങളായ അറബ് രാജ്യങ്ങൾ ഈ മുസ്ലിം സ്നേഹം പ്രകടിപ്പിക്കാത്തത്? അവരുടെ നാട്ടിലേക്ക് യൂറോപ്പൊക്കെ സിറിയക്കാരെടുത്ത പോലെ അഭയാർത്ഥികൾ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കാത്തത് എന്താണെന്ന്. അതിൻ്റെ ഒരു വശം ന്യായമായിട്ട് നമ്മുടെ ചോദ്യം ഉണ്ടെങ്കിലും മറുവശം ഇതാണ്, ഇവന്മാരെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത് അവരുടെ ഒരു മുൻധാരണയാണ്. ഇത് ഇസ്രായേൽ അനുഭവിക്കണം എന്നാണ് ലോകത്ത് എല്ലാവരും പറയുന്നത്. ഇത് ഇവന്മാരെ കൊണ്ടുള്ള ശല്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാതെ. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം ഇത് അനുഭവിക്കുന്നത് അതിനെ കുറിച്ച് പറയുമ്പോൾ ഈജിപ്തിന് പോലും സഹിക്കുന്നില്ല. ഈജിപ്ത് എത്ര വലിയ രാജ്യമെന്ന് നോക്കാം, ചിന്തിച്ചു നോക്കാം. സാമ്പത്തികമായിട്ടും ആളുകളുടെ അവസ്ഥ വെച്ചും ഇസ്രായേലിനായിരിക്കും മെച്ചം. പക്ഷെ ഈജിപ്തിൻ്റെ വലിപ്പവും ഈജിപ്തിന് ഇതുപോലത്തെ ആളുകളെ എടുക്കാനുള്ള കഴിവും നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ സ്വഭാവം കൊണ്ടാണ് ഈജിപ്ത് ഇസ്രായേലിനേക്കാളും കൂടുതൽ ഈജിപ്ത് പേടിക്കുന്നത് ഈ ഗാസക്കാരെയാണെന്നാണ് പറയുന്നത്.
അവരെ കൊണ്ടാണ് റാഫേൽ ബോർഡർ അടിച്ചത്, അല്ലാതെ ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കും നോക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാസയിൽ ഇപ്പോൾ ആളുകൾ മരിക്കുന്നത് കുറയ്ക്കാൻ ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു ഇത്. ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഗാസക്കാർ അവരുടെ ആ ഒരു വളരെ ചെറിയൊരു പ്രദേശത്ത് ഒരു 2 ദശലക്ഷം വരുന്ന ഒരു ജനസംഖ്യ കുടുങ്ങിക്കിടക്കാം. അതും പൊട്ടിപ്പൊളിഞ്ഞ് കെട്ടിടങ്ങളും അവർക്ക് നമ്മൾ സാധാരണഗതി യുദ്ധമുഖത്ത് സംഭവിക്കുന്ന മറ്റ് പല പ്രശ്നങ്ങളും ഉള്ള പ്രദേശത്ത് അവരങ്ങനെ കെട്ടിയിടുക എന്നുള്ളതാണ് കുറേ രാജ്യങ്ങളുടെ, സോക്കോൾഡ് വോക്ക് രാജ്യങ്ങളുടെയും ഇതുപോലെ അറബ് രാജ്യങ്ങളുടെയും ഒരു ഉദ്ദേശം. അതിൻ്റെ ഒരു കാരണം ഇതാണ്, അവർക്ക് ഇവരെ എടുക്കാൻ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ന്യായമായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് പലസ്തീനികളെ കുറിച്ചുള്ള പൊതുവിൽ അറബികൾക്കിടയിലുള്ള ധാരണ കൂടിയാണ് എന്നുള്ളതാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് ജർമ്മനിയിൽ റഷ്യക്കാരനായിട്ടുള്ള റഷ്യൻ പൗരത്വമുള്ള ഒരു മൈനറായിട്ടുള്ള ഒരു പയ്യനെ തീവ്രവാദത്തിൻ്റെ പേരിൽ പിടിച്ചു. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. കാരണം അറിയാലോ, യൂറോപ്പിലാണ് ഇപ്പോൾ മെയിൻ. നിങ്ങൾ UAE നിന്ന് തീവ്രവാദത്തിൻ്റെ പേരിൽ ഇന്ന ആളെ പിടിച്ചു എന്ന് വാർത്ത അധികം കേൾക്കില്ല, തൂക്കിക്കൊന്നായിരിക്കും മിക്കവാറും വാർത്ത. പക്ഷേ ഇത് യൂറോപ്പിൽ നിന്നൊക്കെ എന്നും ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നുണ്ട് ഇങ്ങനെ. മിക്ക തീവ്രവാദികളും ഇപ്പോൾ അവർക്ക് ലക്ഷ്യം യൂറോപ്പാണ്, അമേരിക്ക, യൂറോപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ പാശ്ചാത്യ രാജ്യങ്ങളാണ്. എന്താണെന്നറിയില്ല, സ്വന്തം മതത്തിലെ ആളുകൾ കൂടുതലുള്ള പ്രദേശത്തൊന്നും ഇവർ പോകുന്നില്ല. ഇവർക്ക് ഏറ്റവും ഇങ്ങനത്തെ അവരുടെ സ്വർഗ തുല്യമായ പ്രദേശങ്ങളായിട്ട് ഇവിടെയാണ് കാണുന്നത്. അവിടെ പോയിട്ട് എന്നാൽ പിന്നെ നേരിട്ട് അങ്ങ് ചെന്ന് ഇതുപോലത്തെ ടീമുകളുടെ കൂടെ ചേർന്നാൽ പോരെ. എന്തിനാണ് യൂറോപ്പ് പോലുള്ള ഇങ്ങനത്തെ ഒരു മിഡിൽ ഇടങ്ങൾ കണ്ടെത്തി അവിടെ പോയിട്ട് ഈ പ്രശ്നങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഇവിടെ നോക്കാം, അവിടെ ഈ ജർമ്മൻ പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ സ്വകാര്യ പോലീസല്ല, രഹസ്യ പോലീസാണ് പിടിച്ചത്. ഇയാൾ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ നോക്കാം. ഇയാൾ ഫോണ് വിറ്റിട്ടാണ് ഈ തീവ്രവാദ സംഘടനയിലേക്ക് പോകാനുള്ള പ്ലെയിനിൻ്റെ ഒക്കെ അല്ലെങ്കിൽ യാത്രാ ചെലവൊക്കെ സ്മാർട്ട് ഫോൺ വിറ്റ് യാത്രക്കുള്ള പണം കണ്ടെത്തുകയാണ് ചെയ്തത്. ഏതോ ബിസിനസ് ഒക്കെ ചെയ്ത്, സാധാരണഗതിയിൽ ബിസിനസ് ഒക്കെ ചെയ്ത് ഒരു അപ്പോൾ ഒരു ആവറേജ് ഇന്ത്യക്കാരനുണ്ട്, ശരാശരി ഇന്ത്യക്കാരൻ്റെ സ്വപ്നം എന്തായിരിക്കും? നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്ത് നമ്മുടെ മിനിമം ഒരു ഇന്ത്യൻ യുവാവിൻ്റെ പ്രധാനപ്പെട്ട സ്വപ്നത്തിൽപ്പെട്ടാണ് പണം ഉണ്ടാക്കുക, സമ്പത്ത് ഉണ്ടാക്കുന്നത്. ബിസിനസ്സൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമാണെന്നാണ്. ഇവിടെ മുസ്ലിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്ത് തീവ്രവാദ സംഘടനയിൽ പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടാക്കണം എന്നുള്ളതാണ് അവർ കരുതുന്നത്. അതും യൂറോപ്പിൽ പോയിട്ട്. അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ആളുകൾ ജോലി എടുക്കാൻ ആവശ്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ റഷ്യയിലുള്ളതിനേക്കാളും നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യമൊക്കെ ജർമ്മനിയിലുണ്ട്. വിലക്കയറ്റം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാക്സ് കൂടുതലാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ താരതമ്യേന ഇപ്പോൾ ഈ ഇന്ത്യക്കാരനെ അപേക്ഷിച്ച് പോലും കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടും നമുക്ക് കുറേ സുഖകരമായിട്ട് തോന്നുന്ന രീതിയിലുള്ള കൾച്ചറൊക്കെ അവിടെ ഉണ്ട്. അവിടെ പോയിട്ടാണ് ഇവൻ IS പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടാക്കണം. ഒന്നാലോചിച്ചോ. ഇനി ഇയാൾ IS ചേരാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയും? പാകിസ്ഥാനിലേക്കാണ്. അതാണ് ഇതിൻ്റെ മറ്റേ കോമഡി. പാകിസ്ഥാനിലേക്ക് പോകുകയായിരുന്നെന്നും മൊബൈൽ ഫോൺ പ്ലാനുകളിൽ സൈനപ്പ് ചെയ്തതിന് വില കൂടിയ സ്മാർട്ട് ഫോണുകൾ വിറ്റ് യാത്രയ്ക്ക് പണം നൽകിയെന്നും പ്രോസിക്യൂട്ടർമാർ സംശയിക്കുന്നു. ഇതേപോലെ IS വേണ്ടി റഷ്യൻ, ചെച്ചൻ ഭാഷകളിലേക്ക് പ്രചാരണം പരിഭാഷപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. അപ്പോൾ ഇയാൾ റഷ്യക്കാരനായിരുന്നല്ലോ. പിന്നെ നമ്മൾ പേരിൽ നിന്ന് ഒരു പക്ഷേ റഷ്യയുടെ ചെച്നിയൻ പ്രവിശ്യയിൽ നിന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വല്ല ടാർട്ടാർസ്ഥാനോ അങ്ങനെ മുസ്ലിങ്ങളുള്ള റഷ്യയിലെ റിപ്പബ്ലിക്കിൽ നിന്നുമുള്ള ആളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇയാൾ ഈ IS വേണ്ടി റഷ്യൻ ഭാഷയിലും ചെച്ചൻ ഭാഷയിലുള്ള പ്രൊപ്പഗാൻഡ നടത്തിയിരുന്നെന്നും കൂടി ഇതിനെക്കുറിച്ചുള്ള ആരോപണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി അത്ര പ്രായമുള്ള ആളല്ല, വളരെ പ്രായപൂർത്തി ആയിട്ടില്ല എന്ന്, എത്ര വയസ്സാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഈ മുസ്ലിങ്ങളുടെ മണ്ടത്തരവും അവരുടെ ഈ തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകളൊക്കെ ഇങ്ങനെ ആളുകളുടെ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലും യുവാക്കളിലും കൗമാരക്കാരിലൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ, നമ്മൾ പുരോഗമന രാജ്യങ്ങളാണ്, പാശ്ചാത്യ രാജ്യങ്ങളാണ്, അവർ നവോത്ഥാനം നടത്തിയ രാജ്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ അവരിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കിളച്ചിട്ടതിനപ്പുറം ചാടുക എന്നൊക്കെ പറയാം. അതേപോലെ ഓഫീസൊക്കെ കയറി പണ്ടാരം തുടങ്ങി അവസാനം മതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണെന്ന് സംശയമുണ്ട്. കാരണം ഇപ്പോൾ യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് പുരോഗമനം വേണം, ഒക്കെ വേണം, പക്ഷെ ഇസ്ലാം പോലുള്ളൊരു പ്രശ്നം അപ്പുറത്തുണ്ടെങ്കിൽ
നിങ്ങൾ അതിനോട് പുരോഗമനമായ നിലപാടൊന്നും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. ഇതാണ് പല ആളുകളുടെയും ജനാധിപത്യം കൊണ്ടോ അല്ലെങ്കിൽ മതേതരത്വം കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ പ്രതിരോധിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഇസ്ലാം. ഇസ്ലാമിന് ഒറ്റ ഭാഷ മനസ്സിലാവും, അത് ബലം, ഫോഴ്സ് ആണ് എന്നുള്ളതാണ്. അത് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അത് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇനി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യ പോലും അത് കൃത്യമായിട്ട് അതിന് അഡ്രസ് ചെയ്യാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അത് ഓൾറെഡി അവർക്ക് അറിയാം ഈ കാര്യം. പക്ഷേ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളാകുമ്പോൾ, അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള പ്രദേശങ്ങൾ, അതേപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ, അവർക്കൊക്കെ ഇപ്പോഴും അവർ ഈ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആ ഒരു വിഷബാധയെക്കുറിച്ച് ഒരു അവബോധം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ പുരോഗമന നാട്യം ഒക്കെ നടിക്കുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും ഞങ്ങൾ പലസ്തീന് വേണ്ടി കരയുന്നു എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്വിറ്ററിലും ട്വീറ്റ് നടത്തി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ട് കളിക്കുന്നുണ്ടെങ്കിലും അവർക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ അടുത്ത ഒരു 10-20 വർഷത്തെ യൂറോപ്പിൽ ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ബോധമില്ല. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെയുള്ള ആളുകളെ പിടിക്കുന്നതിൻ്റെ വാർത്തകൾ ശുഭകരമാണ്. കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാളുടെ ഉദ്ദേശം തന്നെ ഇസ്രായേലിൻ്റെ എംബസി, ബെർലിനിലുള്ള ഇസ്രായേലിൻ്റെ എംബസി ആക്രമിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം, തീവ്രവാദ ആക്രമണങ്ങളുടെ എണ്ണമൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല വാർത്തയാണ്. എന്നാൽ മറുവശം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഒരു അവസ്ഥ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇത് നമ്മുടെ യൂട്യൂബിലുള്ള, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഞാൻ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്, ക്ഷമിക്കുക, ഞാൻ തീർക്കാം. ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറാണ്, വ്ളോഗറാണ്. ഇവരെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഉള്ള ISI എന്ന ചാരസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന പേരിൽ ഇവർ അറസ്റ്റ് ചെയ്തു. ഒരു റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ ഇവർക്കെതിരെയുണ്ട്. പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് നടത്തിയ യുദ്ധത്തിനിടയിൽ പല അത്ര പ്രധാനമല്ലെങ്കിലും ചെറുതായി പ്രധാനമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇവർ കൈമാറിയെന്നും ബാലി പോലുള്ള രാജ്യങ്ങളിലേക്ക്, ബാലി രാജ്യമാണോ പ്രദേശമാണോ അറിയാം, എന്തായാലും അങ്ങോട്ട് പാകിസ്ഥാൻ്റെ ISI യുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോടൊപ്പം യാത്ര ചെയ്തു. അതേപോലെ പാകിസ്ഥാനിലേക്ക് വിസയ്ക്ക് അപേക്ഷിച്ച് അവിടെ പോയിട്ട് ഇതുപോലെ അവിടുത്തെ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതൊക്കെയാണ് ആരോപണം. അപ്പോൾ ഇതുപോലെ ഉള്ള കുറേ പ്രശ്നങ്ങളിൽ യൂട്യൂബർമാരും വ്ളോഗർമാരൊക്കെ പെടുന്നുണ്ട്. ഇത് കൂടാതെ വേറെ ഒരാളെ കൂടി ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പുള്ളിയും ഇതേപോലെ യൂട്യൂബറാണ്. അല്ല, ഞാൻ ആ ഉദ്ദേശത്ത് പറഞ്ഞല്ല. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനൊരു തരം ഹണി ട്രാപ്പായിട്ടാണ് പറയപ്പെടുന്നത്. അവർ ഇതുപോലുള്ള ആളുകൾ ഇവരെ ഈ വ്ളോഗർമാരെ സമീപിച്ച് ഇതുപോലുള്ള അവർക്ക് പല സൗകര്യങ്ങളും പണവും പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ചാരസംഘടനയുമായി ബന്ധമുള്ള ആളുകളായിരിക്കും. അവരുടെ നാരേറ്റീവ് ബിൽഡ് ചെയ്യാനും, പ്രത്യേകിച്ച് പാകിസ്ഥാനിലേക്കുള്ള വിസ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യക്കാരന് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പലതരം ഉദ്ദേശങ്ങളും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതാണ് മറ്റൊരു വിവരം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഓൺലൈനായിട്ടോ മറ്റോ സമീപിക്കുന്ന ആളുകൾക്ക് അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവും, പല രാജ്യങ്ങളുടെ താല്പര്യം ഒക്കെ. സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു വൃത്തികെട്ട മാലിന്യ കേന്ദ്രമാണ്. ശരി, അത് നിങ്ങൾക്ക് അത്രയ്ക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാത്തതുകൊണ്ടായിരിക്കും. നമ്മളൊക്കെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിരവധി തവണ, ഇതിപ്പോൾ ജ്യോതി മൽഹോത്ര എന്നുള്ളൊരു വ്യക്തിയല്ല, പലരും ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടാവും. ചിലർ ചിലപ്പോൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളും ചിലപ്പോൾ പെണ്ണുങ്ങൾ, ഹണി ട്രാപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ഇന്ത്യൻ പട്ടാളക്കാരെയും ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പല രാത്രി കാല മെസ്സേജുകളും ശ്രദ്ധിക്കുക. അത് ഇടുന്നത് ചിലപ്പോൾ പാകിസ്ഥാൻ്റെ ISI ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ശരിക്കും തീവ്രവാദവുമായി ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നേരെ അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ എത്ര എൻക്രിപ്ഷൻ ഈ സോക്കോൾഡ് വാട്സപ്പിലാണ് എൻക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മെസ്സേജൊക്കെ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമൊക്കെ ഉള്ള പലതരം കമ്പനികളും ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ ഡീലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വാട്സപ്പിൽ ഇന്ത്യൻ ഇന്ത്യൻ പത്രക്കാരുടെ പല വാട്സപ്പ് ചാറ്റുകളും ഇന്ത്യൻ സർക്കാർ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിന് ഇസ്രായേലിലെ ഏതൊരു കമ്പനിയാണ് അവർ സഹായിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഇപ്പോൾ പെഗസസ് എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നിങ്ങൾക്ക് കണ്ടു. അപ്പോൾ നിങ്ങൾ എത്ര എൻക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരിൻ്റെ പല ഏജൻസികൾക്കും ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവർ നിങ്ങളുടെ മൂവ്മെൻ്റ് ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന രാത്രികാല മെസ്സേജുകൾ, സന്ദേശങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കാണുക. പിന്നെ ഹണി ട്രാപ്പ്, പെണ്ണുങ്ങളാണ് മെസ്സേജ് അയച്ചെന്ന് വെച്ചിട്ട് ആർത്തി കൂടി അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയച്ചാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ പോലീസ് വരാൻ സാധ്യതയുണ്ട്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.